ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ചേരുന്നു. കോട്ടയത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് എന്താണ്? മഴക്കെടുതികളെ രൂക്ഷ ഇന്നത്തെ വാർത്താപകൽ എങ്ങനെയായിരുന്നു? ആദ്യം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. SKN ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് മഴയ്ക്ക് ഒരല്പം കുറവുണ്ട് എന്നാണ് കണക്കുകൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതൊരു ആശ്വാസമാണ്. ഇന്നലെ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. അതായത് പ്രത്യേകിച്ചും ഇന്നലെ ശക്തമായിട്ടുള്ള ഒരു കാറ്റ് ഈ കുമരകം തിരുവാർപ്പ് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ വീശി. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ചില നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് ചിലയിടങ്ങളിൽ വെള്ളം കയറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. തിരുവാർപ്പ് മേഖലകളിലാണ് വെള്ളം കയറിയത്. ഇതൊരു വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സാധാരണ ഈ കിഴക്കൻ മേഖലയിൽ ശക്തമായിട്ട് മഴ പെയ്ത് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാലേ ഈ തിരുവാതിക്കൽ പോലെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറാറുള്ളൂ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മേഖലകളിൽ ശക്തമായി മഴ പെയ്തതിനെ തുടർന്ന് വെള്ളം കെട്ടി നിൽക്കുകയും പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും നിലവിൽ ഇന്ന് ഒരല്പം ആശ്വാസം ഈ നഗര കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റ് വീശാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ കൂടുതലും ഇത്തരത്തിൽ ഈ ശക്തമായ കാറ്റിൽ മരങ്ങളും മറ്റും കടപുഴകി വീണ് ഉണ്ടായ നാശനഷ്ടങ്ങളാണ്. അതിൽ കൂടുതലും ഈ വീടുകളുടെ മുകളിലേക്കൊക്കെ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും കാണാൻ സാധിച്ചു. ഗതാഗത തടസ്സമുണ്ടാകുന്ന കാഴ്ച കാണാൻ സാധിച്ചു. MC റോഡ് പോലും ഗതാഗതം തടസ്സപ്പെടുന്നൊരു സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. എന്തായാലും നിയന്ത്രണങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ജൂൺ 30 വരെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കിഴക്കൻ മേഖലയിലുള്ള മാർമല അരുവി, അതുപോലെ തന്നെ ഇല്ലിക്കല്ല്, ഇലവീട, പൂഞ്ചിറ പോലെയുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഖനന നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു. നാളത്തെ കാര്യം ഇതുവരെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടില്ല. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്കൊരല്പം ആശ്വാസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ചെക്ക് ചെയ്തു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം, ഒരു ജില്ലയ്ക്കും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഏതെങ്കിലും സ്ഥലത്തോ ചാനലിലോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ആധികാരികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.